മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. അത്യാധുനിക മെഡിക്കൽ ലാബോറട്ടറി, ECG, ഒബ്സർവേഷൻ യൂണിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുള്ള ഇവിടെ വിദഗ്ധരായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ പ്രചരണാർത്ഥം ഇടതുപക്ഷ മഹിളാ സംഘടനകൾ സംഘടിപ്പിച്ച ബൈക്ക് റാലി ആവേശമായി. വാഴക്കോട് നിന്നും ആരംഭിച്ച് തിരുവല്ലോമലയിൽ സമാപിച്ച റാലിയിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരന്നു. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കരുത്തു പകർന്ന് ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വാഴക്കോട് നിന്നും ആരംഭിച്ച റാലി തിരുവല്ലോമലയിലാണ് സമാപിച്ചത്. AIDWA സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ശ്രീജ സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം നേതാവ് റോസിലി റാലിയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വീണ്ടും നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് നമ്മുടെ മണ്ഡലത്തിൽ നിന്നും സഖാവ് UR പ്രദീപ് തന്നെ വീണ്ടും നമ്മുടെ നിയമസഭയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി മുഴുവൻ വനിതാ സഖാക്കളും അകമഴിഞ്ഞ് കൈയഴിഞ്ഞ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലേക്ക്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വേഗം ഡിക്ലറേഷൻ വന്നു. മറ്റു തെരഞ്ഞെടുപ്പ് പോലെ കുറേ സമയം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഉള്ള സമയം നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ സഖാവിനെ നല്ല രീതിയിൽ എല്ലാ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനത്തിൽ മുഴുവൻ സഖാക്കളും അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, ഏരിയ സെക്രട്ടറി P പ്രശാന്തി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവല്ലോമല ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനം സ്ഥാനാർത്ഥി UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ യുവജന സംഘടനകളും വനിതാ സംഘടനകളും അങ്ങനെ കേരളത്തിനകത്തുള്ള എമ്പാടും ഉള്ള തൊഴിലാളികൾ അടക്കം വരുന്ന വിവിധ സംഘടനകൾ ഈ കാലത്തിടയ്ക്ക് ഇങ്ങനെ ചേർത്തുപിടിച്ച ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. ഞങ്ങളെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നാടെമ്പാടും സാധാരണക്കാരെയും നാട്ടുകാരെയും എല്ലാം ഇതിനോട് പിന്തുണ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വയം അവർ ഇത്തരത്തിലുള്ള റാലികളും വ്യത്യസ്തമായ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് അതിന് സത്യം. ഈ നാടിനെ സാക്ഷിയാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മറ്റെമ്പാടും മറ്റ് രാജ്യത്തെങ്ങും കാണാത്തുള്ള നല്ല ഇടപെടൽ, സ്ത്രീകൾക്ക് ആവശ്യമായ സുരക്ഷയും കുട്ടികൾക്ക് ആവശ്യമായ സുരക്ഷയും വർഗീയ ലഹള നടക്കാത്തൊരു കേരളമാക്കി മാറ്റിയെടുത്തു. പട്ടിണിയില്ലാത്തൊരു കേരളമാക്കി മാറ്റിയെടുത്തു. ഈ കേരളത്തെയാണ് ജനം ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് ഈ നാടിനകത്ത് വരുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2016 മുമ്പ് ഉണ്ടായിരുന്ന കേരളം ഇനി ആവർത്തിക്കപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗമാണ് ഏറെ. അതിന് പതിവ് വ്യത്യസ്തമായി കഴിഞ്ഞ 10 വർഷം എന്തെല്ലാം ദുരന്തങ്ങൾ ഈ കേരളം കണ്ടപ്പോൾ ഈ നാട് പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഈ നാടിൻ്റെ ക്ഷേമം എന്താണെന്ന് കുറച്ചിട്ടില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തിലും മറ്റൊരു നാടും കാണാത്ത രീതിയിൽ നല്ല ഇടപെടൽ. എന്തിനു പറയുന്നു, മറ്റു സംസ്ഥാനത്ത് വരുന്ന ആളുകളെ പോലും സ്വന്തം നാടിനെ പോലെ അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരെ പോലെ കണക്കാക്കി ചേർത്ത് പിടിച്ച നാടാണ് കേരളം. ഈ കേരളം ഏരിയ പ്രസിഡന്റ് KM രാധിക സംസാരിച്ചു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വനിതാ സംഘടനാ അംഗങ്ങൾ റാലിയിൽ പങ്കെടുത്തു. CCV ന്യൂസ്, ചേലക്കര.